ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ദേവസ്വം ബോർഡ് LD ക്ലർക്കിന്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുന്നേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 20 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിലുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇതിന് തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ഇതിൽ ഞാൻ ആൻസേഴ്സ് മാത്രമേ പറയുന്നുള്ളൂ. ആദ്യത്തെ ചോദ്യം, ഹി വിൽ കം ഹിയർ ടുമോറോ. യൂസ് ദ പ്രോപ്പർ ക്വസ്റ്റ്യൻ ടാഗ്. ഉത്തരം വോൺ ഹി ആണ്. വോൺ ഹി. A dash of policemen are there at the Raj Bhavan. പോലീസ്മെന്റെ ഗ്രൂപ്പിനെ പറയുന്ന പേര് പോസ്. She dash a reputation as an excellent dancer. ഉത്തരം ഓപ്ഷൻ ബി ആണ്, has. She has a reputation as an excellent dancer. Shyam had built that beautiful house. Change into passive voice. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ബ്യൂട്ടിഫുൾ ഹൗസ് ഹാഡ് ബീൻ ബിൽറ്റ് ബൈ ശ്യാം. ഷീ വണ്ടർഫുൾ കുക്ക് ഈസ് എ. കറക്റ്റ് ദ സെന്റൻസ്. അപ്പോൾ കറക്റ്റ് ആയിട്ട് സെന്റൻസ് ഓർഡർ വരുന്നത് ഷീ ഈസ് എ വണ്ടർഫുൾ കുക്ക് എന്നതാണ്. രാമൻ ഈസ് എ സ്കിൽഫുൾ ഡ്രൈവർ. ടു വിച്ച് പാർട്ട് ഓഫ് സെന്റൻസ് ഡസ് ദ അണ്ടർലൈൻ വേർഡ് ബിലോങ്? സ്കിൽഫുൾ എന്നത് അഡ്ജക്റ്റീവ് ആണ്. ഗീത സെഡ്, my book will be released tomorrow at a modest function. Report the sentence. ഈ ചോദ്യം ഡിലീറ്റഡ് ആണ്, കാരണം കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇല്ല. കറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഗീത സെഡ് ദാറ്റ് her book will be മാറിയിട്ട് എന്ത് വരും? വുഡ് ബി വരും. വുഡ് ബി റിലീസ്ഡ്. ടുമോറോ മാറിയിട്ട് the next day എന്ന് വരും. the next day at a modest function. അപ്പോൾ ഗീത സെഡ് ദാറ്റ് her book would be released the next day at a modest function. Correct word among the following series. Severe എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള വേർഡ്. The teacher scolded the student for being arrogant. Find out the appropriate phrasal verb for the underlined word. Scolded എന്ന അർത്ഥം വരുന്ന phrasal verb ഏതാണ്? Told off ആണ്. Told off. My father is a company executive. Dash my mother is a homemaker. Where us അതേ സമയം എന്നുള്ള അർത്ഥത്തിലാണ്. The apple has fallen dash the table. അപ്പോൾ മേശയ്ക്ക് അടിയിലാണ് ആപ്പിൾ വീണത്. Under the table. He kicked the bucket yesterday. Kick the bucket എന്നുള്ളതിന്റെ മീനിങ് എന്താണ്? Died എന്നുള്ളതാണ്. Died. I dash a lot of hobbies while I was a student. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാഡ്. അതായത് പാസ്റ്റിലാണെന്ന് പറഞ്ഞേക്കുന്നത്. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഹോബീസ് വൈൽ ഐ വാസ് എ സ്റ്റുഡൻറ്. ഹാഡ് ഐ ദ ടാലന്റ് ഡാഷ്. ഇതിൽ ഫൈനൽ ആൻസർ കൊടുത്തത് ഓപ്ഷൻ എ ആണ്. പക്ഷെ ശരിക്കും ഓപ്ഷൻ എ അല്ല, ഓപ്ഷൻ ഡി ആണ് വരേണ്ടത്. കാരണം കണ്ടീഷണൽ ക്ലോസ് ആണ്. ഓക്കെ, കണ്ടീഷണൽ ക്ലോസിൽ V2 സിമ്പിൾ പാസ്റ്റ് വരുന്ന കണ്ടീഷൻ ആണ്. അപ്പോൾ മെയിൻ ക്ലോസിൽ വുഡ് പ്ലസ് V1, ഷുഡ് പ്ലസ് V1, കുഡ് പ്ലസ് V1 അല്ലെങ്കിൽ മൈറ്റ് പ്ലസ് V1 ആണ് വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പക്ഷേ ഫൈനൽ ആൻസർ എ ആണ് കൊടുത്തത്. ഓക്കെ, അടുത്ത ചോദ്യം, ദ ഹാൻസം മാൻ ഹു ലീവ്സ് ഇൻ ദാറ്റ് ഹ്യൂജ് ഹൗസ് ഈസ് എ ഫിലിം ആക്ടർ. എ ഫിലിം ആക്ടർ. ദ പ്രിഫിക്സ് പ്രീ ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ്. പ്രീ എന്ന മീനിങ് എന്താണ്? ബിഫോർ എന്നുള്ള മീനിങ്ങിലാണ് ഉപയോഗിക്കുന്നത്. The elections are round the corner and all the parties dash vying with each other in the competition. All the parties എന്ന് പറയുമ്പോൾ പ്ലൂറൽ ആണ്, അതുകൊണ്ട് are. Sita and Geeta are sisters. The former is shy and retiring while the latter is an extrovert. Extrovert ആണ്, അതായത് തുറന്ന് ഇടപഴകുന്ന ആള്. Neither Shiv nor Sham dash come for the excursion tomorrow. Tomorrow എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്നതാ, അതുകൊണ്ട് വിൽ. ദ മീനിങ് ഓഫ് ദ ടേം പോസ്ക്രിപ്റ്റ്. പോസ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? റിട്ടൺ ആഫ്റ്റർ. PS എന്ന ഷോർട്ട് ഫോമിൽ നമ്മൾ എഴുതാറില്ലേ? പോസ്ക്രിപ്റ്റ്.
ഓക്കെ, അടുത്ത ചോദ്യം. ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യ വ്യക്തി ആരാണ്? GMC ബാലയോഗിയാണ്. GMC ബാലയോഗിയാണ് ലോക്സഭാ സ്പീക്കറായി സേവനമനുഷ്ഠിക്കവേ മരണമടഞ്ഞ ആദ്യ വ്യക്തി. അന്തർ സംസ്ഥാന കൗൺസിലിന്റെ രൂപീകരണത്തെയും പ്രവർത്തനങ്ങളെയും പറ്റി പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് ഏത്? 263 വകുപ്പാണ്. 263 വകുപ്പ്. അപരാഹ്നം ആരുടെ കൃതിയാണ്? ONVയുടെ കൃതിയാണ് അപരാഹ്നം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഇപ്പോ നിലവിൽ അരുൺകുമാർ മിശ്രയാണ്. അരുൺകുമാർ മിശ്ര. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ആണ്. തമിഴ്നാട്, കർണാടകം എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത്? വയനാട് ജില്ലയാണ്. വയനാട്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ ഏത്? മീനമാസത്തിലെ സൂര്യനാണ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സിനിമ മീനമാസത്തിലെ സൂര്യൻ. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആണ്, പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം. ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്നത്. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ച വർഷം? അയ്യങ്കാളിയുടെ പേരിലുള്ള നഗര തൊഴിലുറപ്പ് പദ്ധതിയാണ്. അത് ആരംഭിച്ച വർഷം 2010 ആണ്. 2010. ഐക്യരാഷ്ട്ര സംഘടനയിലെ US അംബാസിഡർ സ്ഥാനത്ത് നിന്നും രാജിവെച്ച ഇന്ത്യൻ വംശജ ആരാണ്? ഉത്തരം നിക്കി ഹാലിയാണ്. നിക്കി ഹാലി. വിവരാവകാശം ബാധകമല്ലാത്ത ഏക ഇന്ത്യൻ സംസ്ഥാനം? ഇപ്പോൾ ഈ ചോദ്യം പ്രസക്തിയില്ല. ജമ്മു ആൻഡ് കാശ്മീർ ആയിരുന്നു ഉത്തരം. അടുത്ത ചോദ്യം. ഓസോൺ സുഷിരം ഉണ്ടാകാൻ കാരണമാകുന്ന രാസസംയുക്തം ഏതാണ്? ക്ലോറോഫ്ലൂറോ കാർബൺ ആണ്. ക്ലോറോഫ്ലൂറോ കാർബൺ. കീമോതെറാപ്പിയുടെ പിതാവ് പോൾ എർലിക് ആണ്. പോൾ എർലിക്. കരിന്തണ്ടൻ താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കരിന്തണ്ടൻ താമരശ്ശേരി ചുരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. താമരശ്ശേരി ചുരം. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പ്രസിഡന്റിന് ലോക്സഭയിലേക്ക് 2 ആംഗ്ലോ ഇന്ത്യൻ സമുദായങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാൻ അധികാരം ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഇല്ല. ഉത്തരം ഓപ്ഷൻ എ ആണ്, 331 വകുപ്പ് പ്രകാരമാണ്. 331. തോമസ് മുള്ളർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് മുള്ളർ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 2010 മികച്ച ചലച്ചിത്രത്തിനുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കി കുട്ടിസ് റാങ്ക് എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഷാജി എൻ കരുൺ. ഈ എക്സാം നടന്നത് 2019 ആ 2019 പരീക്ഷയ്ക്ക് 2010 വരെ കറണ്ട് അഫയർ ദേശീയ അവാർഡിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലോക തപാൽ ദിനം ഒക്ടോബർ 9 ആണ്. ഒക്ടോബർ 9. 2018 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ഉത്തരം ഓപ്ഷൻ ഡി, പോൾ റോമർ, വില്യം നോർദോസ്. അപ്പോൾ 2021 നൊബേൽ സമ്മാനം ഞാൻ ഫുള്ളായിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. കോഡിന്റെ രൂപത്തിലാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരൊറ്റ വീഡിയോ കണ്ടാൽ എല്ലാ അവാർഡ്സും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, അടുത്ത ചോദ്യം. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ്? സെറിബെല്ലം ആണ്. സെറിബെല്ലം. ഒരു കുതിരശക്തി എത്ര വാട്ട്സിന് തുല്യമാണ്? ഒരു കുതിരശക്തി 746 വാട്ട്സിന് തുല്യമാണ്. ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത് ആരാണ്? അമിതാവ് ഘോഷ്. അമിതാവ് ഘോഷ് ആണ് ഷാഡോ ലൈൻസ് എന്ന നോവൽ രചിച്ചത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം. താഴെ പറയുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധമില്ലാത്ത വ്യക്തി ആര്? ബന്ധമില്ലാത്തത് രാമനമ്പിക്കാണ്. രാമനമ്പി.
കുഞ്ഞാപ്പി, ഗോവിന്ദ പണിക്കർ, ബാഹുലേയൻ ഇവരെല്ലാം വൈക്കം സത്യാഗ്രഹത്തിലെ ആദ്യത്തെ ദിവസത്തെ സത്യാഗ്രഹികളായിരുന്നു. 1908 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും 1925 ലണ്ടനിലെ റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റുമായി തീർന്ന ശാസ്ത്രജ്ഞൻ ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. മയിലിന്റെ ശാസ്ത്രീയ നാമം പാവോ ക്രിസ്റ്റാറ്റസ്. പാവോ ക്രിസ്റ്റാറ്റസ് എന്നതാണ് മയിലിന്റെ ശാസ്ത്രീയ നാമം. ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഏത്? ന്യൂട്രോൺ ഇല്ലാത്ത മൂലകം ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ. രഹസ്യരേഖകൾ ചോർത്തുന്നതിലൂടെ ലോകശ്രദ്ധ നേടിയ വെബ്സൈറ്റായ വിക്കിലീക്സ് സ്ഥാപിച്ചത് ആര്? വിക്കിലീക്സ് സ്ഥാപിച്ചത് ജൂലിയൻ അസാഞ്ച് ആണ്. ജൂലിയൻ അസാഞ്ച്. ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് എത്രയാണ്? ടങ്സ്റ്റൺ ഉരുകുന്ന ഊഷ്മാവ് 3422 ഡിഗ്രി സെൽഷ്യസ് ആണ്. 3422 ഡിഗ്രി സെൽഷ്യസ്. ഏത് പഞ്ചവത്സര പദ്ധതിയാണ് ഗാഡ്ഗിൽ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നത്? ഗാഡ്ഗിൽ യോജന 3-ാം പഞ്ചവത്സര പദ്ധതി. കവിതിലകം എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആര്? കവിതിലകൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് കറുപ്പൻ. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്ന ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏത്? ജാതിമീമാംസയാണ്. ജാതിമീമാംസ എന്ന കൃതിയിലാണ് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന വരികൾ പ്രതിപാദിക്കുന്നത്. താഴെ പറയുന്നവയിൽ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏത്? ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ഏതാണ്? ബുധനാണ്. ബുധൻ. നരേന്ദ്രമോദി സർക്കാരിന്റെ സാമ്പത്തിക പരിഷ്കരണ നടപടികളുടെ ഭാഗമായി നോട്ട് നിരോധനം നടപ്പിലാക്കിയത് എന്നാണ്? ഓപ്ഷൻ സി 2016 നവംബർ മാസം 8-നാണ്. 2016 നവംബർ മാസം 8. ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ ബോട്ടിന്റെ പേര് എന്താണ്? ആദിത്യ എന്നതാണ് ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സൗരോർജ ബോട്ടിന്റെ പേര്. ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ഏത്? ഇന്ത്യയിലെ ആദ്യ ആസൂത്രിത നഗരം ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത്? ഓപ്ഷൻ സി ബീഹാർ. ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത രേഖപ്പെടുത്തിയത്. കുറ്റം പറയുക എന്ന പ്രയോഗത്തിന് പകരമായ ഒറ്റപ്പദം ഏതാണ്? പഴിക്കുക എന്നുള്ളതാണ്. പഴിക്കുക. ഇടവം അധികം പാതി എങ്ങനെ ചേർത്തെഴുതാം? ഇടവം അധികം പാതി ഇടവപ്പാതി. ഇടവപ്പാതി. ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേര് എന്ത്? നാനാർത്ഥം. നാനാർത്ഥം എന്നതാണ് ഒരേ പദത്തിന് ഒന്നിലധികം അർത്ഥം വന്നാൽ പറയുന്ന പേര്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം എന്താണ്? വല്ലപ്പോഴും. കയ്യ്, കാല് എന്നീ പദങ്ങളെ സമാസിച്ചാൽ ലഭിക്കുന്ന രൂപം എന്താണ്? കൈകാലുകൾ. കൈകാലുകൾ. എക്സ്ക്ലമേഷൻ മാർക്ക് എന്ന ചിഹ്നത്തിന് മലയാളത്തിൽ പറയുന്ന പേര് എന്താണ്? ആശ്ചര്യ ചിഹ്നം. ആശ്ചര്യ ചിഹ്നം. തോമസും സെബാസ്റ്റ്യനും നടക്കുകയും ചെയ്തു. ഈ വാക്യത്തിൽ വ്യാകരണ തെറ്റുണ്ടോ? ഉണ്ടെങ്കിൽ ഏതു ഭാഗത്താണ് തെറ്റ് ഉള്ളത്? നടക്കുകയും ചെയ്തു എന്നുള്ളതാണ് തെറ്റ്. മുതലക്കണ്ണീർ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണ്? മുതലക്കണ്ണീർ തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. തീരെ ദുഃഖമില്ലാതെ ദുഃഖം അഭിനയിക്കുക. അതാണ് മുതലക്കണ്ണീർ. മരത്തിൽ എന്ന വാക്കിൽ കാണുന്ന വിഭക്തി ഏതാണ്? മരത്തിൽ. ആധാരിക. ഇൽ കൽ ഏതാണ്? ആധാരിക വിഭക്തിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. വിമ്മിട്ടം. വിമ്മിട്ടമാണ് ശരിയായിട്ടുള്ള പദം. അടുത്ത ഇനി ക്ഷേത്രത്തെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ്. 20 ചോദ്യം. ഉത്സവത്തോടനുബന്ധിച്ച് ഏഴര പൊന്നാനയെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രം ഏത്? ഏഴര പൊന്നാന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലാണ്. ഏറ്റുമാനൂർ. രാമനാട്ടത്തിന്റെ രചയിതാവ് ആരാണ്? രാമനാട്ടത്തിന്റെ രചയിതാവ് കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ.
ഭഗവതി ക്ഷേത്രത്തിലെ രൂപകളങ്ങൾക്ക് എത്ര വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ് 5. അപ്പോൾ ഭഗവതി ക്ഷേത്രത്തിലെ രൂപകളങ്ങൾക്ക് 5 വർണ്ണങ്ങളിലുള്ള പൊടികളാണ് ഉപയോഗിക്കുന്നത്. വേട്ടക്കൊരു മകൻ കോവിലുകളിലെ വഴിപാട് എന്താണ്? നാളികേരമുടയ്ക്കലാണ്. നാളികേരമുടയ്ക്കൽ. രേവതി പട്ടത്താനത്തിന്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏത്? കോഴിക്കോട് തളി ക്ഷേത്രമാണ് രേവതി പട്ടത്താനത്തിന്റെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം. ഏറ്റവും കൂടുതൽ ഭക്തന്മാർ പങ്കെടുക്കുന്ന ശിവരാത്രി ആഘോഷം എവിടെയാണ്? ആലുവയിലാണ്. ആലുവ. വള്ളംകളിയുടെ പേരിൽ പ്രശസ്തമായ ക്ഷേത്രം ഏത്? ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ്. ആറന്മുള. 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്ന ക്ഷേത്രം ഏതാണ്? 6 വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് മുറജപം നടക്കുന്നത്. കാന്തള്ളൂർ ശാല പ്രവർത്തിച്ചിരുന്നതായി കരുതപ്പെടുന്ന ക്ഷേത്രം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. വലിയ ശാല. വലിയ ശാല. കുത്തിയോട്ടം എന്ന അനുഷ്ഠാനത്തിന് പ്രാധാന്യമുള്ള ആലപ്പുഴ ജില്ലയിലെ ക്ഷേത്രം ഏത്? ചെട്ടികുളങ്ങര ക്ഷേത്രമാണ്. ചെട്ടികുളങ്ങര. തിരുവാർപ്പ് ഉഷ എന്നറിയപ്പെടുന്നത് എന്താണ്? തിരുവാർപ്പ് ഉഷ എന്ന പേരിൽ അറിയപ്പെടുന്നത് തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെയാണ്. തിരുവാർപ്പിലെ പായസ നിവേദ്യത്തെ. മികച്ച ചന്ദനമുട്ടികൾ എവിടെ നിന്ന് ലഭിക്കും? മികച്ച ചന്ദനമുട്ടികൾ മറയൂരിൽ നിന്നാണ് ലഭിക്കുന്നത്. കുങ്കുമം പ്രസാദമായി നൽകുന്നത് ഏത് ക്ഷേത്രങ്ങളിലാണ്? കുങ്കുമം ദുർഗാ ക്ഷേത്രങ്ങളിലാണ്. ദുർഗാ ക്ഷേത്രങ്ങളിൽ. കേരള സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രി ആരാണ്? ഇപ്പൊ ആരാ? കെ രാധാകൃഷ്ണനാണ്. കെ രാധാകൃഷ്ണൻ. ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത് എപ്പോഴാണ്? സോപാനാലാപന വേളയിലാണ് ഇടയ്ക്ക എന്ന വാദ്യം ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കുന്നത്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് പാൽപായസമാണ്. പാൽപായസം. പടത്തിപ്പഴം ഇഷ്ടനിവേദ്യമായ ദേവൻ ആര്? ശ്രീവല്ലഭനാണ്. ശ്രീവല്ലഭന്റെ ഇഷ്ടനിവേദ്യമാണ് പടത്തിപ്പഴം. ഞെരളത്ത് രാമപൊതുവാൾ ആരായിരുന്നു? ഞെരളത്ത് രാമപൊതുവാൾ സോപാന ഗായകനാണ്. സോപാന ഗായകൻ. അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ആര്? അരുവിപ്പുറം പ്രതിഷ്ഠ ആര് നടത്തി? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത്. ഇനി മാത്സ് ചോദ്യങ്ങളാണ്. 10 മാത്സ് ചോദ്യങ്ങളാണ് ഉള്ളത്. ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, PSC നിലവാരത്തിലുള്ള ചോദ്യമൊക്കെ തന്നെയാണ്. അപ്പോൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടാൻ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ കുറേ പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ദേവസ്വം ബോർഡിന്റെ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സമയം കിട്ടുന്ന പോലെ ചെയ്യാം. ഓക്കെ, എല്ലാ ക്ലാസ്സുകളും ചെയ്യണമല്ലോ. അപ്പം ഓരോന്നിനും സമയം കണ്ടെത്തി സമയം കിട്ടുന്നത് പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക് യു.